ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്നാൽ ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് ഒരു അരക്കപ്പോളം പരിപ്പ്, അരക്കപ്പ് വേണമെന്നില്ല, ഞാനിവിടെ ആളുകൾ കുറവായതുകൊണ്ട് അതനുസരിച്ചാട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പം പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, ഉപ്പൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്, വേവിക്കാൻ വെക്കും. പിന്നെ നമുക്ക് വേണ്ടത് മത്തങ്ങയാണ്. അപ്പോൾ മത്തങ്ങ ഞാനൊരു 400 ഗ്രാം, ഒരു 350 ഗ്രാം 400 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് വേകും. പരിപ്പ് ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ മത്തങ്ങ ദേ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈയിടെയായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണൽ എല്ലാവരും കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ ഇത് കാണുന്നതാണല്ലോ എൻ്റെ ഒരു പ്രോത്സാഹനം. അപ്പോൾ പ്രോത്സാഹനം കുറച്ച് നാളായിട്ട് കുറവാണ്, എന്താണോ എന്തോ. അപ്പോൾ എന്തായാലും ദേ പരിപ്പ് നമുക്കൊരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വേപ്പിലയും ഒരു പച്ചമുളക്, ഞാൻ ഈ ഒരു പച്ചമുളകിൻ്റെ കണക്ക് പറയുന്നത്, ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പച്ചമുളക് ഭയങ്കര എരിവാണ്. ഈ ഒരു പച്ചമുളകിന് തന്നെ നല്ല എരിവാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇടുന്നത്. ഈ പച്ചമുളക് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈയൊക്കെ ഭയങ്കര എരിയും, പുകച്ചിലായിരിക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ വേവിക്കാൻ വെക്കാം. അപ്പം മത്തങ്ങയും കൂടെ വേകുമ്പോൾ പരിപ്പും മത്തങ്ങയും കൂടെ നന്നായിട്ട് വെന്ത് നമുക്ക് നല്ല ഉടഞ്ഞു കിട്ടണം, എന്നാലാണ് ഈ കറിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത് കേട്ടോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതേ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് ഉടഞ്ഞു വരും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചി വേണമെങ്കിൽ ഇടാൻ, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം. പിന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. ഞാൻ വേവിക്കുന്ന സമയത്തും ഇട്ടായിരുന്നു, എന്നാലും കുറച്ചിട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളകാണ് ഇട്ടിരിക്കുന്നത്, ക്രഷ്ഡ് ചില്ലി. എന്നിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അതൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.